അപ്പോൾ +1 എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. +2ലേക്ക് എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ തുടങ്ങി, വിക്ടേഴ്സ് ചാനൽ തുടങ്ങി, നമുക്കല്ലാതെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി. നിങ്ങളതൊക്കെ കണ്ടു തുടങ്ങിയെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് സുവോളജിയുടെ ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ +1ൽ നിന്ന് വ്യത്യസ്തമായിട്ട്, +1 നമുക്കറിയാം, നമ്മൾ 22 ചാപ്റ്ററാണ് +1 ബയോളജി നമ്മൾ പഠിച്ചതല്ലേ. 11 ചാപ്റ്റർ ബോട്ടണി, 11 ചാപ്റ്റർ സുവോളജി. കുറച്ച് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ വലുപ്പമൊക്കെ കൂടുതൽ എന്നൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് +2യിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ മൊത്തം ബയോളജി എന്ന് പറയുന്നത് നമുക്ക് 16 ചാപ്റ്ററായി പഠിക്കാനുള്ളൂ +2. അപ്പോൾ 22ൽ നിന്ന് 16ലേക്കൊരു ചെറിയൊരു ഷോർട്ടേജ് കിട്ടി അല്ലേ. ഈ 16 ചാപ്റ്ററിൽ 8 ചാപ്റ്റർ ബോട്ടണിയും 8 ചാപ്റ്റർ സുവോളജിയുമാണ്. അപ്പോൾ നമുക്ക് സുവോളജി 8 ചാപ്റ്റർ പഠിച്ചാൽ മതി. ഇനി ആ 8 ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊരു 3-4 ചാപ്റ്ററോളം നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ പൊതുവെ എളുപ്പമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ബോട്ടണി ഇങ്ങനെ തന്നെയാണ്, സുവോളജി മാത്രമല്ല. അപ്പോൾ സുവോളജിയിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ബയോളജി ടെക്സ്റ്റിൽ ആദ്യത്തെ ചാപ്റ്റർ സുവോളജി അല്ല, ബോട്ടണിയാണ്. രണ്ടാമത്തെ ചാപ്റ്ററും ബോട്ടണിയാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമുക്ക് സുവോളജിക്ക് തുടക്കം. അപ്പോൾ ഞാൻ ഇവിടെ സുവോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നെങ്കിലും ചാപ്റ്റർ 3 ആയിരിക്കും ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ എണ്ണമൊക്കെ വിട്ടേക്കുക, ചാപ്റ്ററിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോകുന്നു. ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. മനുഷ്യനിലെ പ്രത്യുൽപാദനം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ സുവോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഒരു പക്ഷേ കുറേയൊക്കെ പഠിച്ചിട്ടിരിക്കുകയായിരിക്കും, അറിയാമായിരിക്കും. എങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഒരു തുടക്കം, ഈ റീപ്രൊഡക്ഷൻ എന്ന വാക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. റീപ്രൊഡക്ഷൻ എന്താ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രത്യുൽപാദനം. എന്താണ് പ്രത്യുൽപാദനം? ശരി, പുതിയ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ്, ന്യൂ ജനറേഷൻ. ഒരു വേറൊരു വാക്ക് നമ്മൾ പഠിച്ചില്ലേ, ഓഫ് സ്പ്രിങ്സ് എന്നൊരു വാക്ക്. അപ്പോൾ ഇതിൽ ഏത് വാക്കുകൊണ്ടെങ്കിലും പറയാം, കുഴപ്പമില്ല അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ്, അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ്, അതും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ. ഇത് 2 തരത്തിലുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സെക്ഷൽ എന്ന വാക്ക്, അസെക്ഷൽ എന്ന വാക്കൊക്കെ പഠിച്ചല്ലോ. ലൈംഗിക പ്രത്യുൽപാദനം, അലൈംഗിക പ്രത്യുൽപാദനം, ഇങ്ങനെയൊക്കെ പഠിച്ചു. തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്ന എന്തോ ചില സെൽസ് ഫോം ചെയ്യുന്നു നമുക്കറിയാം, ആണല്ലോ. പക്ഷെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയും പുതിയ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ ഗ്യാമേറ്റ്സ് എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കതിനെ ഗ്യാമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അതിൽ മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ്, ഇങ്ങനെ 2 പേരുകളിലാണ് നമ്മൾ ഗ്യാമേറ്റിനെ വിളിക്കുന്നത്. മെയിലും ഫീമെയിലും ആണല്ലോ. ആൺ ബീജകോശം, പെൺ ബീജകോശം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ച് ഈ പറഞ്ഞ മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന 2 വാക്കുകൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. ഇനി വീണ്ടും നമുക്കറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അവിടെ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഒരു കൂടിച്ചേരൽ നടക്കുന്നു എന്ന് പഠിച്ചിട്ടില്ലേ. ഫ്യൂഷൻ നടക്കുന്നു. വെറുതെ ഒരു ഫ്യൂഷൻ അല്ലല്ലോ, അതിന്റെ ഫലമായിട്ട് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സെല്ല് ഫോം ചെയ്യുന്നു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ടു ഫോം സൈഗോട്ട്. ഈ സൈഗോട്ട് വീണ്ടും അത് ഒരൊറ്റ സെല്ലാണ് സൈഗോട്ട്, പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? എംബ്രിയോ എന്ന് പറയുന്ന ഒരു സാധനം, ഭ്രൂണം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കൂട്ടം കോശങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും അറിയാവുന്ന കാര്യം. പക്ഷെ ഈ പറഞ്ഞ സംഗതികളൊന്നും തന്നെ എവിടെ നടക്കുന്നില്ല? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. അതായത് സൈഗോട്ട് ഫോർമേഷൻ, എംബ്രിയോ ഫോർമേഷൻ ഒന്നും തന്നെ എവിടെ ഇല്ല? അസെക്ഷൽ റീപ്രൊഡക്ഷനിലില്ല. ഇനി വീണ്ടും ഉണ്ടല്ലോ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന പുതിയ കുഞ്ഞുങ്ങൾ, ആ യങ് വൺസ് എന്ന് പറയുന്ന പുതിയ കുഞ്ഞുങ്ങൾ
പേരൻസിൽ നിന്ന്, അതിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കുറേയേറെ എന്ത് കാണിക്കുന്നു, വേരിയേഷൻസ് കാണിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ, വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അതായത് കറക്റ്റ് ആരെ പോലെ അല്ല, പേരൻസിനെ പോലെ അല്ല, വേരിയേഷൻസ് കാണിക്കുന്നു. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പുതിയ കുഞ്ഞുങ്ങൾ പേരൻസിന്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചില്ലേ. എന്താണോ പേരന്റ് അതുപോലെ തന്നെ ഇരിക്കും ആര്, പുതിയതായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ അത്യാവശ്യം സെക്ഷലും അസെക്ഷലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കിട്ടിയില്ലേ. ശരി, നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് അതൊന്നും വേണ്ട, ഞാൻ ഒരു തുടക്കം എന്ന നിലയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പേര് ഞാൻ പറഞ്ഞു, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമുക്ക് പഠിക്കേണ്ടത്. അപ്പം അതിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, 2 ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അടുത്തത് മെയിൽ ഗ്യാമേറ്റ്. അറിയാം, സ്പേം എന്ന വാക്ക് അറിയാലോ, സ്പെർമറ്റോജെനിസിസ് എന്നൊരു വാക്കാണ്, സ്പേമിൻ്റെ ഫോർമേഷൻ. അതുപോലെ ഓവം, ഫീമെയിൽ ഗ്യാമേറ്റ്, അതിൻ്റെ ഫോർമേഷൻ oogenesis. Then fertilization, സൈഗോട്ടിൻ്റെ ഫോർമേഷൻ, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ദ ഫീറ്റസ്, അതല്ലേ ഗർഭസ്ഥ ശിശു എന്ന് നമ്മൾ പറയും, ആ ഫീറ്റസിൻ്റെ ഫോർമേഷൻ, ദെൻ ലാസ്റ്റ് ഡെലിവറി എന്ന പ്രോസസ്സ് വരെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. 9-ലോ 10-ലോ ഈ 2 ക്ലാസ്സിൽ ഏതിലോ ആയിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിലൊക്കെ. അപ്പോൾ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്താൽ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് പറയാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് നമ്മൾ 4 പാർട്സ് ആണ് പറയാൻ പോകുന്നത്. ആ 4 പാർട്സിൻ്റെ പേരിതാണ്. ഒന്ന് ടെസ്റ്റിസ് എന്ന് പറയും, ടെസ്റ്റസ് എന്ന് വായിക്കാം, ടെസ്റ്റിസ് എന്ന് വായിക്കാം. ഒന്ന് ടെസ്റ്റിസ് ഏകവചനം, ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ ബഹുവചനം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കിട്ടിയല്ലോ ടെസ്റ്റസ്. 2 ആക്സസറി ഡക്ട്സ്, സഹായിക്കാൻ, സഹായക ഗ്രന്ഥികൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ രണ്ടാമത്തേത് ആക്സസറി ഡക്റ്റ്, ഡക്റ്റ് കുഴലുകൾ എന്നാണ്, കുഴലുകൾ. ഓക്കെ. 3 ഗ്ലാൻഡ്സ്, അതാണ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. അതിന് നമുക്ക് അക്സസറി ഗ്ലാൻഡും എന്ന് പറയാം, വെറും ഗ്ലാൻഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അക്സസറി ഗ്ലാൻഡ് എന്ന് പറയാം. 4 എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഒന്നുകൂടി, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, which are the parts of male reproductive system. ഏതൊക്കെയാണ്? ടെസ്റ്റസ്, accessory ducts, glands, external genitalia. വായിക്കാനൊക്കെ അറിയാലോ, ടെസ്റ്റസ് അല്ലെങ്കിൽ ടെസ്റ്റിസ്, then accessory ducts, glands, external genitalia. അതിൽ ആദ്യത്തെ പാർട്ടിലേക്ക് പോവുകയാണ് ടെസ്റ്റസ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഞാനിത് പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കും. ടെസ്റ്റസ് എവിടെയാണ് കാണപ്പെടുന്നത്? ടെസ്റ്റസ് കാണപ്പെടുന്നത് അബ്ഡോമന് പുറത്തായിട്ട്, അതായത് അബ്ഡോമൻ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം അല്ലേ, നമ്മുടെ സ്റ്റൊമക്ക് ഉൾപ്പെടുന്ന ഭാഗത്തിനെ നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയും. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയും കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി എന്നാണ് പറയുന്നത് ടെസ്റ്റസിന്റെ പൊസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ ലോവർ അബ്ഡോമനും താഴെയായിട്ട് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ടെസ്റ്റസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയാലോ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ. 2, എത്ര ടെസ്റ്റസ് ആണ് കാണപ്പെടുന്നത്? ടെസ്റ്റസിന്റെ എണ്ണം ഓർത്ത് വെച്ചേക്കുക. 2 ടെസ്റ്റസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ പൊസിഷൻ പഠിച്ചു, ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. 2 എണ്ണം പഠിച്ചു, എത്ര എണ്ണം? 2 ടെസ്റ്റസ് കാണപ്പെടുന്നു. അടുത്തത്, ടെസ്റ്റസിന് എന്ത് ഷേപ്പാണ്? ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് ടെസ്റ്റസ്. അപ്പോൾ ഷേപ്പ് കുഴപ്പമില്ലല്ലോ. ശരി, തീർന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഇതുവരെയുള്ള കാര്യങ്ങൾ. ടെസ്റ്റസ് കാണപ്പെടുന്നത് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലേ, നമ്മുടെ സ്റ്റൊമക്ക് അവസാനിച്ചിട്ട് സ്റ്റൊമക്കിന്റെ പൊസിഷൻ അബ്ഡോമിനൽ ക്യാവിറ്റിക്കും പുറത്തായിട്ടാണ് ടെസ്റ്റസ് കാണപ്പെടുന്നത്.
ടെസ്റ്റസ് ഓവൽ ഷേപ്പാണ്. എ പെയർ ഓഫ് ടെസ്റ്റസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, കാരണം രണ്ടെണ്ണം കാണപ്പെടുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് നമ്മൾ പറഞ്ഞു ടെസ്റ്റസ് കാണപ്പെടുന്നു. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് എവിടെയാണ് ടെസ്റ്റസ് കാണപ്പെടുന്നത് വേണ്ടേ? അപ്പോൾ അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് ഒരു പ്രത്യേക പൗച്ചിനകത്താണ് ടെസ്റ്റസ് കാണപ്പെടുന്നത്. പൗച്ച്, ചെറിയ സഞ്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് മീനിങ് എടുക്കാമല്ലോ. അപ്പോൾ ടെസ്റ്റസ് കാണപ്പെടുന്നത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് വിത്തിൻ എ പൗച്ച്. ആ പൗച്ചിന് ഒരു പേരുണ്ട്, സ്ക്രോട്ടം എന്നാണ് പേര്. കണ്ടല്ലോ, ടെസ്റ്റസ് കാണപ്പെടുന്ന പൗച്ചിനെ, ചെറിയ സാക്കിലേക്ക് പോർഷൻ, ഇറ്റ് ഈസ് കാൾഡ് സ്ക്രോട്ടം. വാക്ക് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എന്താണ് സ്ക്രോട്ടത്തിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ചിനകത്ത് എന്തിനാണ് ടെസ്റ്റസിനെ സൂക്ഷിക്കുന്നത്? ക്വസ്റ്റ്യൻ കേട്ടല്ലോ. വാട്ട് ഈസ് സ്ക്രോട്ടം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്ക്രോട്ടം എന്ന് ചോദിച്ചാൽ പറയണം, സ്ക്രോട്ടം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും താഴ്ന്ന ഒരു ടെമ്പറേച്ചർ ടെസ്റ്റസിന് കൊടുക്കുന്നു. എത്രത്തോളം താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ ഏകദേശം 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? സ്ക്രോട്ടത്തിൻ്റെ ജോലി. ഇനി അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായി കാണും. അതായത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്ക്രോട്ടം കൊടുക്കുന്ന ടെമ്പറേച്ചർ അതിനേക്കാൾ എത്ര താഴ്ന്ന ടെമ്പറേച്ചറാണ്? 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ എത്രയൊക്കെ വരും? ഒരു 35 ഡിഗ്രി ഒക്കെ ആയിരിക്കും എവിടുത്തെ ടെമ്പറേച്ചർ. 34-35 ഡിഗ്രി സെൽഷ്യസ് ആണ് എവിടെ വരുന്നത്? സ്ക്രോട്ടത്തിൽ വരും അല്ലേ? ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്? സ്ക്രോട്ടം പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ആൻസറാണ് ടെസ്റ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൈമറി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതായത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടെസ്റ്റസ്. എന്തുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഗ്യാമേറ്റ് ഫോം ചെയ്യണം, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൊണ്ടെന്ന് പറഞ്ഞു. അതിൽ മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേം ഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ ടെസ്റ്റസിന് ഉള്ളിലാണ്. പിടികിട്ടിയല്ലോ. ഇനി സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ലോ ടെമ്പറേച്ചർ കിട്ടിയേ പറ്റൂ. അപ്പോൾ സ്ക്രോട്ടത്തിന്റെ ആവശ്യം പിടികിട്ടിയല്ലോ. സ്പേം പ്രൊഡക്ഷന് ആവശ്യമായ ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? സ്ക്രോട്ടത്തിന്റെ ജോലി. ഇനി ഈ സ്പേം പ്രൊഡക്ഷൻ പറയുന്ന പേര്, ആ ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സ്പെർമറ്റോജെനിസിസ് എന്നാണ് സ്പേം പ്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. സ്പെർമറ്റോജെനിസിസ്, ദ പ്രോസസ് ഓഫ് formation of sperm is called spermatogenesis. എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, what is scrotum, what is its function? ഒന്നുകൂടെ പറയാലോ. what is scrotum? ടെസ്റ്റസ് പ്ലേസ് ചെയ്തിരിക്കുന്ന, ടെസ്റ്റസ് കാണപ്പെടുന്ന പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. ഇറ്റ് ഈസ് ദ പൗച്ച് അല്ലേ, വേർ ടെസ്റ്റസ് പ്രസന്റ്. ദെൻ അടുത്ത എന്താ സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ? സ്ക്രോട്ടം പ്രൊവൈഡ്സ് എ ലോ ടെമ്പറേച്ചർ ദാൻ ഏതിനേക്കാൾ? നോർമൽ ബോഡി ടെമ്പറേച്ചർ. എത്രത്തോളം ലോ ആണെന്നുള്ള ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചർ ദാൻ ദി നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. ഇനി ടെസ്റ്റസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് അതൊന്നും വേണ്ടെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ഏകദേശം 4 to 5 സെൻറ്റിമീറ്റർ ആണ് ടെസ്റ്റസിൻ്റെ ഒരു ടെസ്റ്റസിൻ്റെ ലെങ്ത്. അതുപോലെ 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരും. ഓക്കെ. ഈ ടെസ്റ്റസിനെ നമ്മളൊന്ന് നെടുകെ ഒന്ന് മുറിച്ചാൽ, അതിലൊരു എന്താണ് ക്രോസ് സെക്ഷനൊക്കെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റസിന് ഉള്ളിലോട്ട് നോക്കിയാൽ ഓരോ ടെസ്റ്റസിനെയും പല പല കമ്പാർട്ട്മെൻ്റ് ആക്കി തിരിച്ചു വെച്ചിരിക്കണം. കുഞ്ഞു കുഞ്ഞു അറകളായിട്ട് തിരിച്ചു വെച്ചിരിക്കും. ഓരോ ടെസ്റ്റസിനുള്ളിലും എന്ത് കാണാം? ചെറിയ 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 കമ്പാർട്ട്മെൻറ്റ്സ് കാണാം, അറകൾ കാണാം. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കും. അപ്പോൾ each testis consists of small compartments called എന്ത് വിളിക്കാം? ടെസ്റ്റിക്കുലർ ലോബ്യൂൾ. വാക്കുണ്ടല്ലോ. ഓരോ ടെസ്റ്റസിനുള്ളിലും ഏകദേശം
250ഓളം ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകൾ കാണും. ഒരു ടെസ്റ്റിസിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇത് നോക്കിയാണല്ലോ. അപ്പൊ സ്ക്രോട്ടം എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോ ടെസ്റ്റിസിലും ഈച്ച് ടെസ്റ്റിസ് ഹാസ് അബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ്. ആ കമ്പാർട്ട്മെന്റ്സിനെ നമ്മളുടെ എന്ത് പേര് പറഞ്ഞത്? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. അങ്ങനെയാണെങ്കിൽ ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനുള്ളിൽ നോക്കിയാൽ അവിടെ ഏകദേശം 250 കമ്പാർട്ട്മെന്റ്സ് ഓരോ ടെസ്റ്റിസിനകത്തുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഓരോ കമ്പാർട്ട്മെന്റിനും അകത്തോട്ട് നോക്കിയാൽ ഓരോ കമ്പാർട്ട്മെന്റിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കോയിൽഡ് ട്യൂബ്യൂളുകൾ കാണപ്പെടും. ട്യൂബ്യൂൾസ് എന്താണെന്ന് അറിയാലോ? വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഴലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂബ്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റിസിനകത്തും എന്ത് കാണപ്പെടുന്നു? മൈന്യൂട്ട് ട്യൂബ്യൂൾസ്. 2 മുതൽ 3 വരെ കേട്ടോ. ഓരോ കമ്പാർട്ട്മെന്റിൽ 2 3 കോയിൽഡ് സ്ട്രക്ചേഴ്സ് ട്യൂബ്യൂൾസ് കാണപ്പെടുന്നു. ആ ട്യൂബ്യൂൾസിന് ഒരു പേരുണ്ട്, സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്നാണ് ട്യൂബ്യൂളിന്റെ പേര്. അപ്പോൾ ഒന്നുകൂടി, ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ കണ്ടെയ്ൻ 2 to 3 highly coiled tubules called seminiferous tubule. പേര് കിട്ടുമല്ലോ. ഇനി സെമിനിഫെറസ് ട്യൂബ്യൂള് നിർമ്മിച്ചിരിക്കുന്നത് 2 തരം സെല്ലുകൾ കൊണ്ടാണ്. സെല്ലിന്റെ പേര് പഠിക്കണം, എക്സാമിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂളും നിർമ്മിച്ചിരിക്കുന്നത് 2 ടൈപ്പ് സെല്ല് കൊണ്ടാണ്. ഈച്ച് സെമിനിഫെറസ് ട്യൂബ്യൂൾ ഈസ് മേഡ് അപ്പ് ഓഫ് 2 types of cell. ഓക്കെ, പേര് പറയാം. ഒന്ന് മെയിൽ ജേം സെൽ. പേരുണ്ടല്ലോ, മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. 2 സെർട്ടോളി സെൽ. ഈ സെർട്ടോളി സെല്ല് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സെർട്ടോളി എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് സെർട്ടോളി സെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ, ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂളും നിർമ്മിച്ചിരിക്കുന്നത് 2 ടൈപ്പ് സെല്ല് കൊണ്ട്. മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ, രണ്ടാമത്തേത് സെർട്ടോളി സെൽ. കണ്ടല്ലോ. ഇനി ഈ 2 സെല്ലിന്റെയും ഫംഗ്ഷൻ എന്താണ് നോക്കാം. മെയിൽ ജേം സെല്ലാണ് സെൽ ഡിവിഷൻ നടന്നിട്ട് സ്പേം എന്ന് പറയുന്ന മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ മെയിൽ ജേം സെൽ അണ്ടർഗോ ഡിവിഷൻ. ഡിവിഷന്റെ പേരൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ പറയാം. മിയോസിസ് എന്നാണ് ഡിവിഷന്റെ പേര്. തൽക്കാലം ജസ്റ്റ് ഓർത്താൽ മതി, ബാക്കി നമുക്ക് പിന്നെ പറയാം. അപ്പൊ മെയിൽ ജേം സെൽ എന്തെടുക്കുന്നു? സെൽ ഡിവിഷൻ നടന്ന് അത് എന്തായിട്ട് മാറുന്നു? മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേം ആയി മാറുന്നു. 2 സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ, ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന മെയിൽ ഗ്യാമേറ്റിന് ആവശ്യമായ ന്യൂട്രിയൻസ്, പോഷണം കൊടുക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇതിനെ ന്യൂട്രിറ്റീവ് ടിഷ്യൂ എന്ന് ആരെ വിളിക്കാം? സെർട്ടോളി സെല്ലിനെ വിളിക്കാം. അപ്പോൾ ഒരു വട്ടം കൂടി, സെമിനിഫെറസ് ട്യൂബ്യൂൾ ഈസ് മേഡ് അപ്പ് ഓഫ് 2 types of cells. ഏതൊക്കെയാണ്? മെയിൽ ജേം സെൽ ആൻഡ് സെർട്ടോളി സെൽ. മെയിൽ ജേം സെൽ അണ്ടർഗോ ഡിവിഷൻ ടു ഫോം സ്പേം അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റ്. സെർട്ടോളി സെൽ provides nutrients for developing sperm. So it is called nutritive tissue. ഇതുവരെ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കമ്പാർട്ട്മെന്റിനകത്തും ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തുമാണ് ആര് കാണുന്നത്? സെമിനിഫെറസ് ട്യൂബ്യൂൾ കാണുന്നത്. 2 3 എന്ത് കാണും? സെമിനിഫെറസ് ട്യൂബ്യൂൾ കാണപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിന് ഇടയ്ക്ക് സ്പേസിൽ 2 3 എണ്ണം കാണുന്നില്ല, ഇടയ്ക്ക് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ട്യൂബ്യൂൾ കാണപ്പെടാത്ത സ്ഥലം. ആ ഇടയ്ക്ക് വരുന്ന സ്പേസിനെ നമുക്കൊരു പേര് വിളിക്കാം, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. വാക്കുണ്ടല്ലോ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നു, അതുപോലെ ചില പ്രത്യേക സെല്ലുകളും കാണപ്പെടുന്നു. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന സെല്ലിന്റെ പേരെന്താണ്? പേര് വേണ്ടേ? ആ സ്പേസിന്റെ പേര് തന്നെയാണ് സെല്ലിന്റെയും പേര്. ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ സ്പേസ് ബിറ്റ്വീൻ സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്തായിരുന്നു സ്പേസിന്റെ പേര്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് സം സെൽസ്. സെൽസിന് നമ്മളൊരു പേര് കൊടുത്തു, സെല്ല് ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പേര് കൊടുത്തു. ഇനി ഈ ഇന്റർസ്റ്റീഷ്യൽ സെല്ല് കണ്ടുപിടിച്ചത് ലെയ്ഡിഗ് എന്ന സയന്റിസ്റ്റാണ്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെയ്ഡിക് സെൽ എന്ന് വിളിക്കാം. ഇനി എന്താണ് ലെയ്ഡിക് സെല്ലിൻ്റെ ഫംഗ്ഷൻ? ലെയ്ഡിക് സെല്ലാണ് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലെയ്ഡിക് സെല്ലാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. ആദ്യം നമ്മൾ പറഞ്ഞു വിച്ച് ആർ ദി പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എത്ര പാർട്സ് ആണ്? കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. പേര് ഓർമ്മയുണ്ടല്ലോ, ടെസ്റ്റിസ്, അക്സസറി ഡക്ട്സ്, ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അല്ല നമ്മൾ ടെസ്റ്റിസ് ആണ് തുടങ്ങിയത്. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറയാം, ഓർക്കാൻ പറ്റുമോ നോക്കാം. ടെസ്റ്റിസിന്റെ പൊസിഷൻ എവിടെയാണ് കാണുന്നത്? ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, ഷേപ്പ് ഓവൽ ഷേപ്പ്. ദെൻ എ പെയർ ഓഫ് ടെസ്റ്റിസ് എന്നതിനാണ് പഠിച്ചത്. ഇനി അതെവിടെ സൂക്ഷിക്കുന്നത് പറഞ്ഞു, അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് സ്ക്രോട്ടം എന്നറിയപ്പെടുന്ന പൗച്ചിനകത്താണ്. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്ക്രോട്ടം? ഇറ്റ് പ്രൊവൈഡ്സ് എ ലോ ടെമ്പറേച്ചർ ദാൻ ദി നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു താഴ്ന്ന ഊഷ്മാവ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ സ്ക്രോട്ടം പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? മെയിൽ ഗ്യാമേറ്റായ സ്പെർമിന്റെ പ്രൊഡക്ഷൻ, സ്പെർമറ്റോജെനിസിസ് നടക്കാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിസിനകത്താണ് എന്ത് നടക്കുന്നത്? സ്പെർമറ്റോജെനിസിസ് നടക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് ഓരോ ടെസ്റ്റിസിനെയും ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈച്ച് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ദാറ്റ് കമ്പാർട്ട്മെന്റ്സ് ആർ കാൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഈച്ച് ടെസ്റ്റിക്കുലർ ലോബ്യൂൾ കണ്ടെയ്ൻ 2 to 3 highly coiled tubules called seminiferous tubule. തീർന്നിട്ടില്ല. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 types of cell. ഏതൊക്കെയായിരുന്നു? ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളും 2 തരം സെൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? മെയിൽ ജേം സെൽ ആൻഡ് സെർട്ടോളി സെൽ. ഇനി രണ്ടിന്റെ ഫംഗ്ഷൻ വേണ്ടേ? മെയിൽ ജേം സെൽ അണ്ടർഗോ ഡിവിഷൻ ടു ഫോം സ്പെർം. സെർട്ടോളി സെൽ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് സ്പെർം. അപ്പോൾ സെർട്ടോളി സെൽ ഈസ് കാൾഡ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ഇനി വീണ്ടും പറഞ്ഞു space between seminiferous tubule called interstitial space. It contains blood vessels and some cells. That cells are called interstitial cells. കണ്ടുപിടിച്ച ആള് ലെയ്ഡിക് എന്ന സയന്റിസ്റ്റ്. So it is also called Leydig cell. ഫംഗ്ഷൻ പറഞ്ഞു it produce male hormone called androgens. അപ്പോൾ ഇതിൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വാട്ട് ഈസ് സ്ക്രോട്ടം, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. രണ്ടാമത്തെ ചോദ്യം സെമിനിഫറസ് ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്? അതായത് 3 സെല്ലും അതിന്റെ ഫംഗ്ഷനും. 3 സെല്ലും ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് മെയിൽ ജേം സെൽ, അതെന്തായിട്ട് മാറും? സ്പെർം. 2 സെർട്ടോളി സെൽ, ഫംഗ്ഷൻ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് സ്പെർം. 3 ഇൻറ്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലെയ്ഡിക് സെൽ, ഫംഗ്ഷൻ പ്രൊഡ്യൂസ് മെയിൽ ഹോർമോൺ കാൾഡ് ആൻഡ്രോജൻസ്. ഇത്രയും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം, പാർട്സും മറന്നു പോകരുത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു ടെസ്റ്റിസ് എന്താണ്, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് അക്സസറി ഡക്റ്റ് ആണ് അല്ലേ. അക്സസറി ഡക്റ്റിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചേക്കാം, പരീക്ഷയ്ക്ക് നമുക്ക് അതാണ് ആവശ്യം. പ്രധാനമായിട്ട് 4 അക്സസറി ഡക്റ്റുകൾ, സഹായക ഗ്രന്ഥികളെന്ന് ഞാൻ പറയുന്നില്ല, കുഴലുകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 ടൈപ്പ് ട്യൂബ്സ് ആണ് കാണുന്നത്, ഡക്റ്റ് ആണ് കാണുന്നത്. ആ 4 പേരാണ് പറയാൻ പോകുന്നത്. ഓർഡറിന് തന്നെ പഠിച്ചു വെക്കണം, ഓർഡർ തെറ്റിക്കരുത്. ആദ്യത്തെ ഡക്റ്റിന്റെ പേര് റെക്റ്റി ടെസ്റ്റിസ് എന്നാണ് പേര്. പേരുണ്ടല്ലോ റെക്റ്റി ടെസ്റ്റിസ്. ഇത് മലയാളം വാക്കുകളൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. രണ്ടാമത്തേതിന്റെ പേര് വാസ എഫറൻഷ്യ. ഇത്തിരി കാട് പോലെയൊക്കെ തോന്നും, 2-3 തവണ പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് അത് എളുപ്പമാവും. അപ്പോൾ ആദ്യത്തിന്റെ പേര് റെക്റ്റി ടെസ്റ്റിസ്, രണ്ടാമത്തേത് വാസ എഫറൻഷ്യ, മൂന്നാമത്തേതിന്റെ പേര് എപ്പിഡൈഡിമിസ് എന്നും വായിക്കാം, എപ്പിഡിഡിമിസ് എന്നും വായിക്കാം. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഒന്നുകൂടെ, മൂന്നാമത്തെ ഡക്റ്റിന്റെ പേരാണ് എപ്പിഡിഡിമിസ് അല്ലെങ്കിൽ എപ്പിഡൈഡിമിസ്. നാലാമത്തെ ഡക്റ്റ്, അവസാനത്തെ ഡക്റ്റിന്റെ പേരാണ് വാസ് ഡെഫറൻസ്. അപ്പൊ ഇതില് നേരത്തെ ഒരു വാസ എഫറൻഷ്യ വന്നിട്ടുണ്ട്, അതും ഇതും കൂടെ തിരിഞ്ഞു പോകരുതേ. ആദ്യത്തേത് വാസ എഫറൻഷ്യ ആണ്, ലാസ്റ്റ് പറഞ്ഞത് വാസ് ഡെഫറൻസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. വിച്ച് ആർ ദി മെയിൽ അക്സസറി ഡക്ട്സ്? പേരൊന്നുകൂടെ പറയാണ്. റെക്റ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ് അല്ലെങ്കിൽ എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. ഇനി ഇത് എങ്ങനെയാണെന്ന് ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടി
നമ്മൾ പറഞ്ഞു നിർത്തിയത് സെമിനിഫറസ് ട്യൂബ്യൂളിലല്ലേ ടെസ്റ്റിസിൽ നമ്മൾ പറഞ്ഞു നിർത്തി, അതായത് 250 കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ആക്കി എന്ന് പറഞ്ഞു. ഓരോ കമ്പാർട്ട്മെന്റിലും എത്ര 2 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾ കാണപ്പെടുന്നത് പറഞ്ഞു. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ എല്ലാം കൂടി ടെസ്റ്റിസിന് പുറത്തോട്ട് വരുന്നതാണ് റെറ്റി ടെസ്റ്റിസ്. അപ്പൊ ആദ്യത്തെ കിട്ടിയല്ലോ. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂളിന് തൊട്ടടുത്ത് കാണുന്ന ഡക്റ്റാണ് റെറ്റി ടെസ്റ്റിസ്. റെറ്റി ടെസ്റ്റിസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം, നീണ്ട് വന്നിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ പോർഷനാണ് നമ്മൾ വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. തിക്നെസ്സിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. വാസ എഫറൻഷ്യ പിന്നീട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, നീണ്ടു പോകുന്നു. അത് കുറച്ച് കോയിൽഡ് സ്ട്രക്ചറായിട്ട് മാറും. അങ്ങനെ കോയിൽഡ് ആയിട്ട് മാറുന്നതിനെയാണ് എപ്പിഡിഡിമിസ് അല്ലെങ്കിൽ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡൈഡിമിസിന്റെ മറ്റൊരു പ്രത്യേകത, താൽക്കാലികമായിട്ട് സ്പേമിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്ലേസ് ആണ് ഈ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്ന പ്ലേസ്. അത് ഓർത്ത് വെച്ചേക്കാം. ടെമ്പററി ആയിട്ട് സ്പേം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം ഡക്റ്റ് ആണ് എപ്പിഡൈഡിമിസ് അല്ലെങ്കിൽ എപ്പിഡിഡിമിസ്. ദെൻ ഏറ്റവും പുറത്തേക്ക് വരുന്ന ഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, വാസ് ഡെഫറൻസ് എന്ന് പറഞ്ഞു. ഈ വാസ് ഡെഫറൻസിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പൊ ഞാൻ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. അതായത് ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് വരുന്ന യൂറിൻ പുറത്തു പോകുന്ന ഡക്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ചെന്ന് കമ്പൈൻ ചെയ്യുന്നതാണ്, ചെന്ന് ചേരുന്നതാണ് ഈ പറഞ്ഞ വാസ് ഡെഫറൻസ്. ഓർത്ത് വെച്ചിരുന്നാൽ മതി, അടുത്ത ക്ലാസ് പറയാം. അപ്പോൾ ഡക്റ്റുകൾ 4ന്റെയും പേര് ഓർത്ത് വെച്ചേക്കാം. ഈ പിക്ചേഴ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ 4 ഡക്റ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിക്ചർ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തൽക്കാലം ഇത്രയും മതി.